ട്രാവൻകോ ന്യൂസിലേക്ക് സ്വാഗതം. ക്രോസ് വോട്ടിംഗ്, പെർസെപ്ഷൻ എഞ്ചിനീയറിംഗ്, സുനിൽ കനകലു. എന്താണ് ഞാൻ പറഞ്ഞ ഈ 3 ടേംസും തമ്മിലുള്ള ഒരു ബന്ധം? ആദ്യത്തെ 2 കാര്യങ്ങളും ഓരോ കോൺസെപ്റ്റുകളാണ്. മൂന്നാമത്തേത് ഒരു വ്യക്തിയുടെ പേരാണ്. പ്രത്യക്ഷത്തിൽ ഇത് 3ഉം തമ്മിൽ ഒരു ബന്ധം ആർക്കും തോന്നുന്നില്ല. അപ്പൊ ഇതിനെപ്പറ്റി ഒരു ബന്ധം ഉണ്ടെന്ന് ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ കാണിക്കാൻ ശ്രമിച്ചാൽ അതെന്തോ വലിയ ഇലുമിനാറ്റി അഥവാ ലൂസിഫർ സിനിമയ്ക്കകത്തൊക്കെ പറയുന്ന കാര്യം പോലെ തോന്നുകയും ചെയ്യാം. പക്ഷെ സത്യത്തെ അതല്ല. ഈ 3 ടേംസും അഥവാ പേരുകളും വളരെയധികം കണക്റ്റഡ് ആണ്. ഈ കഴിഞ്ഞ കേരള ഇലക്ഷനിൽ ആ ഒരു ബന്ധം വളരെ എവിഡന്റ് ആയിട്ട് കാണുവാൻ സാധിക്കുന്നതുമാണ്. ഒന്ന് ഇലക്ഷനെ പുറകോട്ടൊന്ന് അനലൈസ് ചെയ്താൽ ആദ്യം ക്രോസ് വോട്ടിങ്ങിനെ പറ്റി പറയാം. ക്രോസ് വോട്ടിംഗ് എന്ന ആ ഒരു വാക്കിനർത്ഥം ഏത് ഡിക്ഷണറി എടുത്ത് നോക്കിയാലും കാണാൻ സാധിക്കാം, ഒരു പാർട്ടിയിലെ അനുഭാവികള് അഥവാ അനുയായികള് ആ പാർട്ടിക്ക് ആ ഇലക്ഷനെ വോട്ട് ചെയ്യാതെ വേറൊരു പാർട്ടിക്ക് ഒരു ഉദ്ദേശ താല്പര്യത്തോടുകൂടി വോട്ട് ചെയ്താൽ അതിനെ ക്രോസ് വോട്ടിംഗ് എന്ന് നമുക്ക് വിളിക്കാം. ഇത്തവണ അത് നടന്നു എന്നതിന് തെളിവ് അന്വേഷിച്ച് അധികമൊന്നും പോകേണ്ട കാര്യമില്ല. പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ എതിർ കക്ഷികള് വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അഥവാ വർഷങ്ങളായി ചെങ്കോട്ടയായിരുന്ന സ്ഥലങ്ങളിൽ എന്തായിരുന്നു ഈ ഇലക്ഷനില് ഇടത് മുന്നണി സ്ഥാനാർത്ഥികളുടെ അവസ്ഥ എന്നത് ഒന്ന് പരിശോധിച്ചാൽ ഈ പറഞ്ഞതിന് തെളിവ് കിട്ടും. ശരിക്കും നല്ല ഭൂരിപക്ഷത്തിൽ സത്യത്തിൽ അവിടെ ഒരു തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത്. വെറും 4000-5000 ഒന്നുമല്ല. അപ്പൊ അതൊക്കെ ഒരു ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്. ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. പാർട്ടിക്കാർ തന്നെ പാർട്ടിക്ക് വോട്ട് ചെയ്യാത്തൊരവസ്ഥ. ഓക്കെ, ഇനി രണ്ടാമത് പറഞ്ഞ ആ കോൺസെപ്റ്റിലേക്ക് പോവാം. പെർസെപ്ഷൻ എഞ്ചിനീയറിംഗ് അഥവാ കാഴ്ചപ്പാടിനെ ഒരു തരത്തിൽ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നു. ഒരു പ്രത്യേക രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജനതയെ മറ്റു പലതും കാട്ടി പല PR സ്റ്റണ്ടുകളിൽ കൂടെയും അവരുടെ ഒരു പെർസെപ്ഷനെ രൂപപ്പെടുത്തുന്നു. സത്യത്തിൽ നല്ല രീതിയിൽ ഭരണം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഗവൺമെന്റിന് ആ ഭരണ മികവും അഥവാ അവർ ചെയ്തിരുന്ന നല്ല കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റി മറ്റ് പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാൻ സഹായകരമാവുന്ന ചില ഘടകങ്ങളിലേക്ക് മാത്രം ശ്രദ്ധയെ ഒതുക്കി അതുവഴി ഒരു ഇലക്ഷന്റെ റിസൾട്ടിനെ വരെ മാറ്റിമറിക്കുവാൻ കെൽപ്പുണ്ടെന്ന് തെളിയിച്ച ഒരു കോൺസെപ്റ്റാണ് പെർസെപ്ഷൻ എഞ്ചിനീയറിംഗ്. ഇത് കേരളത്തില് സത്യത്തിൽ കോവിഡിന് ശേഷവും അല്ലെങ്കിൽ കഴിഞ്ഞ ഇടയിലൊക്കെയാണ് ഇത് എവിഡന്റായി വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 2016 നമ്മൾ നോക്കുവാണെങ്കിൽ കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറഞ്ഞ US ഇലക്ഷനിൽ ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഇതൊക്കെ ഈ പെർസെപ്ഷൻ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റഡ് ആണ്. അന്ന് ഫേസ്ബുക്ക് ഇന്നത്തെ മെറ്റ ആയിട്ടുള്ള കമ്പനിയായിരുന്നു ഇതിന്റെ പിന്നിലെന്നായിരുന്നു വലിയ ആരോപണം. അതുപോലെ ശരിക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പല PR കമ്പനീസ് എന്ന് പൊതുമേഖലയിൽ അറിയപ്പെടുന്നു. പൊതുമേഖലയിലല്ല, പൊതുബോധത്തിൽ അറിയപ്പെടുന്നു. എങ്കിലും PRനപ്പുറം ഉള്ള ശരിക്കും സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഈ പെർസെപ്ഷൻ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ചില കമ്പനീസ് നല്ല രീതിയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അവരെ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഒരു പേര് കാലങ്ങളായി ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നു: സുനിൽ കനകലു. BJPയെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ തലപ്പത്തേക്ക് എത്തിക്കുവാൻ വലിയ പ്രവർത്തനം, സത്യത്തിൽ ശരിക്കും താക്കോൽദാരമായ പ്രവർത്തനം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറി. ഈ സൗത്ത് ഇന്ത്യയില് പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് കാട്ടിയ വമ്പിച്ച വിജയത്തിന് പിന്നിൽ ഇദ്ദേഹത്തിന്റെ സ്വന്തമായും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ PR ഏജൻസിയുടെയും വലിയൊരു കൈകടത്തലുണ്ട്. അത് കേരളത്തിൽ നടന്നു. അങ്ങനെ കേരളത്തിലെ ആളുകളുടെ പെർസെപ്ഷനെ മാറ്റിയെടുക്കാൻ സാധിച്ചു. ഈ ഒരു മാറ്റിയെടുക്കൽ അത് പാർട്ടി അനുയായികളിലേക്കും കടന്നു. അത് ക്രോസ് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു. പക്ഷെ ഇവിടെ നിന്നും സത്യത്തിൽ ഒരു പ്രത്യക്ഷമായ കണ്ണിൽ നമുക്ക് അത് കാണുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ശരിക്കും ഒന്ന് ആഴത്തി പരിശോധിച്ചാൽ മനസ്സിലാക്കും. എല്ലാവരും പഴിചാരുന്ന ഈ ഇടയ്ക്ക് മാധ്യമങ്ങളിൽ വല്ലാണ്ട് പഴി കേൾക്കേണ്ടി വന്ന കേരള കോൺഗ്രസ് മാണി ഘടകമുണ്ട്. അവരുടെ സ്ഥാനാർത്ഥികൾ പലരും പരാജയപ്പെട്ടു എന്ന് പറയുന്നുവെങ്കിലും എത്ര വോട്ടുകൾക്ക് ഒക്കെയാണ് ആ ഒരു പരാജയം സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ നേരത്തെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായ പോലെ വലിയൊരു ഇടിവാണ് ഉണ്ടായത്. ഇവിടെ നോക്കിയാൽ പാല, കാഞ്ഞിരപ്പള്ളി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ വെറും 4000-5000 എന്നുള്ള ചെറിയ ഭൂരിപക്ഷത്തിലാണ് ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ശരിക്കും അവിടെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ല. പക്ഷെ ആദ്യം പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ അത് ഉണ്ടായിട്ടുണ്ട് താനും. അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കേരള ജനത എന്തൊക്കെയാണ് അവര് പോലും അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ
കാഴ്ചപ്പാടുകളെ പോലും നിയന്ത്രിക്കുവാൻ വലിയൊരു ശക്തി പുറത്തുനിന്ന് ശ്രമിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ബോധവാന്മാരാകണം. അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് ഇന്ന് പകരാൻ ആയതിൽ സന്തോഷം. നന്ദി.